ഇവൻ അനുമോൾക്ക് PR ഉണ്ടാവും, അതേപോലെ അനീഷേട്ടൻ PR ഇല്ലാന്ന് പറഞ്ഞു. പക്ഷേ അനീഷേട്ടനും ഇപ്പോൾ PR ഓൾറെഡി. എൻ്റെ ഒരു മനസ്സിൽ നൂറ് ടോപ്പ് 5 വരണം, ആദില പണപ്പെട്ടിയായിട്ട് പോകണം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫുൾ ടൈം ഞാൻ എത്ര തിരക്കാണെങ്കിലും വന്ന് പെട്ടെന്ന് TV കാണുന്ന ഒരു സംഭവം ബിഗ് ബോസ് ആണ്. കാരണം ബിഗ് ബോസിന്റെ ചർച്ചകളാണല്ലോ എല്ലായിടത്തും. അനുമോള്, ആദില, അനീഷേട്ടൻ, അക്ബർ, ഇവരൊക്കെ തന്നെയാണല്ലോ ഇപ്പൊ ഫുൾ ചർച്ചകളാണെങ്കിലും. ഇപ്പൊ എന്ത് ഇന്റർവ്യൂസ് എന്താണെങ്കിലും ഇതാണ് ഫസ്റ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിഗ് ബോസിൽ ടോപ്പ് 5 എത്തുന്ന ആൾക്കാരും അതേപോലെ ഇന്ന ആളാണ് വിന്നർ ആവാന്ന് ലക്ഷ്മിക്ക് തോന്നുന്ന ആൾക്കാരാണ്? ആദ്യം നമുക്ക് ടോപ്പ് 5 പറയാം. ഒരു ടോപ്പ് 5 എത്തുന്ന ഒരു 5 പേര് പറയും ഇപ്പൊ നിലവിലുള്ള. ഇപ്പൊ എനിക്ക് അനീഷ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അക്ബർ, പിന്നെ അനുമോള് വരുമെന്ന് തോന്നുന്നു. എനിക്ക് ആദില നൂറ് ഒന്നും വലിയ പ്രതീക്ഷയില്ല. അനുമോള് പിന്നെ വരുമെന്ന് ഒരു പ്രതീക്ഷ എന്തോ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അനീഷിനോടൊരു ഇഷ്ടമുണ്ട്. ജയിക്കണം, പുള്ളി കപ്പ് കൊണ്ടുവരണം. പിന്നെ അക്ബർ, അങ്ങനൊരു ഇതുണ്ട്. ആര് കപ്പ് എടുക്കുന്നതാണ് പ്രതീക്ഷ? അനീഷ്. ഓക്കെ, എങ്കിലും അങ്ങനെ തന്നെ ആവട്ടെ. എനിക്കും അനീഷേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ടോപ്പ് 5 എന്തായാലും അനീഷേട്ടൻ ഉണ്ടാവും. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അനീഷേട്ടൻ ടോപ്പ് 5 ഉണ്ടാവും, നൂറ ഉണ്ടാവും, അതേപോലെ അക്ബർ ഉണ്ടാവും, ഷാനവാസ്ക ഉണ്ടാവും, അതേപോലെ നമ്മുടെ എന്താ പറയുക അനുമോൾ ഉണ്ടാവും. ഇവർ 5 പേരാണ് ഞാൻ ടോപ്പ് 5 വരാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു മനസ്സിൽ നൂറ് ടോപ്പ് 5 വരണം, ആദില പണപ്പെട്ടിയായിട്ട് പോകണം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് 7ന്റെ പണി ആയതുകൊണ്ട് ബിഗ് ബോസ് നേരെ ഉൾട്ടയാണ് കൊടുത്തത്. പണപ്പെട്ടി ഇപ്പോൾ ആരാണോ വിന്നർ ആവുന്നത് അവരെ എമൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. പണപ്പെരുമഴ, അങ്ങനെ ഒരുപാട് പണം റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കും അവിടെ പോകണ്ട, എല്ലാവർക്കും പണം നേടുകയും ചെയ്യാം. എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് നമ്മൾ പണപ്പെട്ടി എടുത്ത് പോകണമല്ലോ, ഇത് ആരും പോകണ്ട, എന്നാൽ അവർക്ക് പണം നേടുകയും ചെയ്യാം, അവരെ പണം സേഫാണ്, അവരും സേഫായിട്ട് ബിഗ് ബോസിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ടെസ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഓരോ ദിവസം കൂടുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചത് പേഴ്സണലി നൂറൊരു ടോപ്പ് 5 എത്തട്ടെ, ആദില പണപ്പെട്ടിയായിട്ട് പോട്ടെ, അങ്ങനെ ഇത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരാകുമ്പോൾ അവർ രക്ഷപ്പെടുന്ന ഒരു വിചാരം നമുക്ക് ഓൾറെഡി ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു 8ന്റെ പണി കൊടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ആര്യ എവിക്റ്റ് ആയത് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഇതല്ലേ, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ജിസയിലും എനിക്ക് ഇവരൊക്കെ ജിസയിൽ കപ്പ് കൊണ്ടുപോകണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കഴിഞ്ഞാൽ പിന്നെ അനീഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ ഇപ്പൊ ഇവരൊക്കെ പെട്ടെന്ന് ഔട്ടായി പോയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പേഴ്സണലി എനിക്ക് ആര്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഇഷ്ടപ്പെട്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് ആര്യന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നിവിൻ പോകുമെന്നാണ് വിചാരിച്ചത്. കാരണം നിവിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ നിവിൻ പോകുമെന്നാണ് ഞാൻ ലാസ്റ്റ് നിവിൻ എന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ നിവിൻ ഔട്ട് എന്നുള്ളത് ഇതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് ആര്യ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷൻ ആയിപ്പോയി ആര്യന്റെ എവിക്ഷൻ. എനിക്കറിയില്ല ഇനിയിപ്പോൾ വോട്ട് കുറഞ്ഞത് കൊണ്ടാണോ ഇനി എന്തൊക്കെ പ്രശ്നം കൊണ്ടാണോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് നമ്മൾ 24 hours ഇരുന്ന് കാണുന്ന വ്യക്തികളല്ല, നമ്മൾ എപ്പിസോഡുകൾ മാത്രമേ കാണുള്ളൂ. ഞാനൊക്കെ 24 hours ഇരുന്ന് കാണുന്ന വ്യക്തിയല്ല. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ലൈവിൽ കുറച്ച് നേരം ഇരുന്ന് കാണുന്നല്ലാണ്ട് എപ്പിസോഡുകൾ മുടക്കാറില്ല എന്നുള്ളതാണ്. അതേപോലെ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് അനീഷേട്ടൻ വിൻ ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹം എനിക്കുള്ളത്. പേഴ്സണലി എനിക്ക് അനീഷേട്ടനെ ഭയങ്കര ഇഷ്ടം. ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ അയാൾ ഭയങ്കര നല്ലൊരു മനുഷ്യനായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അനുമോള് എപ്പോഴും ഒരു എന്താ പറയാ, ഇപ്പൊ കണ്ടുവരുന്നത് അനുമോള് എന്ത് പറഞ്ഞാലും അനീഷേട്ടൻ വന്ന് അനുമോളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി തോന്നാറുണ്ട്. അത് ജാസിക്ക് തോന്നുന്നുണ്ട് അവരെ തമ്മിലൊരു പ്രണയ ജോഡികളായിട്ട് ബിഗ് ബോസിന്റെ? ഒരിക്കലും ഇല്ല. അനീഷേട്ടൻ ഭയങ്കര അങ്ങനെ പറഞ്ഞെങ്കിൽ അനീഷേട്ടൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ അനുമോളുടെ ഒരു ക്രഷ് ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ അതൊക്കെ ലൈക്ക് അനീഷേട്ടൻ എപ്പോഴും അവരൊക്കെ സിസ്റ്റർ ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രണയത്തിലേക്ക് പോകാനുള്ള വഴിയൊന്നും അത് തോന്നുന്നില്ല. ഇപ്പൊ ഇന്നലെ എപ്പിസോഡിൽ അക്ബർ പറഞ്ഞിട്ടുണ്ടാവും അത് ഡിങ്കം വന്നോ അനുമോളെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അനീഷേട്ടൻ പക്ഷെ എല്ലായിടത്തും പോയിട്ട് ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടും. കാരണം അവരെ ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പോൾ ആർക്കൊരു പ്രതിസന്ധി ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ കയറിയിട്ട് ആൾ ഇടപെട്ട് അത് സോൾവ് ആക്കാൻ മാക്സിമം നോക്കാറുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അച്ഛനമ്മമാരുടെ പ്രശ്നമാകുമ്പോൾ അല്ലെങ്കിൽ മക്കളൊരു പ്രശ്നമാകുമ്പോൾ അത് ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛനോ ഇത് എന്താ പോട്ടെ നിന്റെ അച്ഛനല്ലേ നിന്നെ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മയല്ലേ വഴക്ക് പറഞ്ഞത്, അത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ആ ഒരു ഗെയിം എപ്പോഴും അവിടുത്തെ പല ആൾക്കൊക്കെ അറിയില്ല. അതൊരു കുടുംബമാണ്. ഇപ്പോഴും അവരുടെ
പല ആൾക്കാരും വിചാരിക്കുന്നത് ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമാണ്. ഗെയിമാണ് ഒരു പക്ഷെങ്കിൽ പോലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബം നമ്മൾ ഒരു 100 ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ 100 ദിവസം നമ്മളെ കുടുംബം തന്നെയാണ്. നമ്മളൊരു കുടുംബത്തിനുള്ള നമ്മളുടെ ഒരു റെസ്പെക്റ്റും ഒരു നമ്മൾ എത്രയാണോ നമ്മളൊരു കുടുംബത്തിന് കൊടുക്കണം, ആ ഒരു കൊടുക്കുന്ന അതേ ഫീൽ നമ്മൾ ആ ഗെയിമിനും കൊടുക്കണം എന്നുള്ളതാണ്. അത് പലപ്പോഴായിട്ട് ലാലേട്ടൻ വന്നിട്ട് ഓരോ ഹിന്റ് ഇട്ട് കൊടുക്കും അവർക്ക്, നിങ്ങൾ പല കഥകളിലൂടെ എങ്കിലും അത് അവർക്ക് മനസ്സിലാവട്ടെ എന്ന് വെച്ചാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ബിഗ് ബോസിന്റെ ഗെയിം എന്നുള്ളത് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. പണ്ടൊക്കെ ഞാൻ എല്ലാ എപ്പിസോഡും എല്ലാ എപ്പിസോഡിലും എല്ലാ സീസണിലും എൻ്റെ ഏതെങ്കിലുമൊക്കെ 2-3 ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ സീസണിലാണെങ്കിൽ നമ്മുടെ മസ്താനി എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, അതേപോലെ നമ്മുടെ ആദില നൂറ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, അതേപോലെ ഇപ്പോൾ നമ്മുടെ റെന എൻ്റെ ഇപ്പോൾ അടുത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയത്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആയത്, നമ്മളത് കാണും, ആ ഗെയിം കാണും. അതേപോലെ കഴിഞ്ഞ സീസണിലാണെങ്കിലും അത്യാവശ്യം നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ എല്ലാ സീസണും ഓരോ ആൾക്കാരും ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ സീസണും മുടങ്ങാണ്ടിരുന്ന് കാണും. ഇവർ ഔട്ട് ആവുന്നതുവരെയെങ്കിലും ഇരുന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. അടുത്ത സീസണിൽ ജാസിയെ കാണാൻ പറ്റുമോ അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ബിഗ് ബോസ്? എനിക്ക് ക്ഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട് പല സീസണിലായിട്ട്. എനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു സംഭവം തന്നെയാണ്. അറിയില്ല, നമുക്ക് നോക്കാം, ഉണ്ടാവട്ടെ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ അടുത്ത കുറെ ആൾക്കാരെ ഇരുത്തിയിട്ട് ഇങ്ങനെ ചോദിക്കും ജാസിയുടെ കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ ഔട്ടായല്ലോ കുറെ പേര്, അതിലാരായിരുന്നു ജാസിക്ക് ഇഷ്ടം? ഔട്ടായ പേരിൽ എനിക്കിപ്പോൾ ആര്യൻ ഭയങ്കര നല്ലൊരു കൺസെപ്റ്റ്, കാരണം ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആര്യൻ ഔട്ടായാലും ഒരു കുറച്ച് ഞാൻ പ്രതീക്ഷിച്ചൊരു വ്യക്തിയായിരുന്നു, ടോപ്പ് 5 ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഔട്ടായപ്പോൾ ഭയങ്കര ഒരു ഇതായി. എല്ലാ ഗെയിമുകളും ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ. അതേപോലെ എനിക്ക് ഫസ്റ്റ് അപ്പാനിഷത്തൊക്കെ ഔട്ടായില്ലേ, ഞാൻ കുറച്ചും കൂടെ ഒക്കെ അപ്പാനിഷത്തിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒക്കെ ഒരു എഫേർട്ട് ഉണ്ടാവും, പെട്ടെന്നൊന്നും പോവാതെ കുറച്ച് ദിവസങ്ങൾ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റുന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജാസി ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പൊ ആദില നൂറ അവരെയാണെങ്കിൽ ലക്ഷ്മി വീട്ടിൽ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ഞാനിത് ഓൾറെഡി ഞാൻ എൻ്റെ അക്കൗണ്ടിലൂടെ കൂടി പ്രതികരിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്റർവ്യൂവിലും ഇതേപോലെ ഷോർട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. വളരെ റോങ് ആയിട്ടൊരു പ്രസ്താവന തന്നെയാണ്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്രയോ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത്. പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് പറയായിരുന്നു, കാരണം ഇപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവൻ ലക്ഷ്മി ആണെങ്കിലും പുറത്തൊക്കെ പോയി പഠിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പം അത്തരം ആൾക്കാർ, അത്രയും വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അത്രയും ലോകം കണ്ട പരിചയമുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു പ്രസ്താവനകൾ പറയുമ്പോൾ അവരൊക്കെ എന്താ പറയാ, മൈൻഡ് മനസ്സ് ഇത്രയും ചെറുതാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ജാസി PR എന്ന് എല്ലാരും പറയുന്നുണ്ട്. ഇപ്പൊ അനുമോക്ക് ഭയങ്കര PR ഉള്ളതുകൊണ്ട് അനുമോള് കപ്പ് കൊണ്ടുപോകും. ജാസി അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? PR അങ്ങനെ വലിയ മോശമുള്ള സംഭവമൊന്നുമില്ല. ഒരാള് PR ചെയ്യുക അല്ലെങ്കിൽ PR ചെയ്യിപ്പിക്കുക എന്നൊക്കെ അവര് പേഴ്സണലി നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ അവിടെ ഒട്ടുമിക്ക എല്ലാവർക്കും PR ഒക്കെ ഉണ്ട്. PR ഇല്ല എന്ന് പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈവൻ അനുമോൾക്ക് PR ഉണ്ടാവും. അതേപോലെ അനീഷേട്ടൻ PR ഇല്ലാന്ന് പറഞ്ഞു. അനീഷേട്ടനും ഇപ്പോൾ PR ഓൾറെഡി ആർമികൾ ഇറങ്ങുന്നുണ്ട്. അതേപോലെ ആദില നൂറൊക്കെ PR ഇല്ല. പക്ഷെ അവർക്കും വേണ്ടിയിട്ട് ഒരു പേഴ്സണലായിട്ടല്ല, അവർക്ക് അറിയാതെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് PR വർക്കുകൾ നടക്കുന്ന ഒരുപാട് ഇതുണ്ട്. ഈ PR എന്ന് പറയുന്നത് അത് നമ്മൾക്ക് അതുകൊണ്ട് കുറേ വോട്ട് കിട്ടും, അല്ലെങ്കിൽ PR ആൾക്കാർക്ക് മാത്രമാണ് ജയിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. PR ലൈക്ക് ഒരാളെ മോശം സിറ്റുവേഷനിൽ അവരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ മാറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്കൊരു മോശം സിറ്റുവേഷനിൽ അവർക്ക് കുറേ വോട്ടുകൾ നേടിക്കൊടുക്കും അങ്ങനെയുള്ള തോട്ടമൊന്നും എനിക്കില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ ഇൻസ്റ്റ ID അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ IDകൾ ഒരു ഫ്രണ്ട്സിന് കൊടുത്ത് പോകുന്നതും ഒരു പരിധി വരെ PR തന്നെയാണ്. കാരണം ആ ബിഗ് ബോസിൻ്റെ കുറച്ച് കട്ടിങ്സ് അല്ലെങ്കിൽ ഇവൾ ചെയ്ത പണ്ടത്തെ വീഡിയോസ്, ഇവൾ ചെയ്ത കുറേ ഇൻഫർമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതൊക്കെ ഒരു PR തന്നെയാണ്. അപ്പോൾ PR വർക്ക് അത്ര മോശം സംഭവമൊന്നുമല്ല. അത് മുമ്പത്തെ ബിഗ് ബോസിലൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന സംഭവം തന്നെയാണ് PR എന്നുള്ളത്. പിന്നെ അത് കുറച്ച് ആൾക്കാർ അത് അനുമോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അത് കുറെ ആൾക്കാരെ ഏറ്റെടുത്തത്. ഇവൻ അവിടുത്തെ എല്ലാവർക്കും ഓൾമോസ്റ്റ് കുറച്ചൊക്കെ PR-കളുണ്ട്. ഇപ്പോൾ ഒരു ഫാൻസും ഇല്ലാത്ത പോയൊരു വ്യക്തിയാണ് നിവിൻ. നമുക്ക് ഇതിനു മുമ്പ് ആർക്കും അറിയില്ല. ഇപ്പം എനിക്ക് നിവിനെ പേഴ്സണലി അറിയുന്നത് ജാൻമണിയുടെയും അഭിഷേകിൻ്റെ ഒക്കെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. നിവിനെ പിന്നെയും അറിയാം. നിവിനെ ഒട്ടും അറിയാതെ ബിഗ് ബോസിൽ വന്ന ശേഷം നിവിനെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ നിവിനും PR ഉണ്ട്. അത് നിവിനെ ഇഷ്ടപ്പെടുന്ന, നിവിൻ്റെ കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവൻ്റെ കോമഡികൾ നല്ലതാണ്,
അല്ലെങ്കിൽ അവന്റെ കോമഡികൾ ഇനിയും ബിഗ് ബോസിലേക്ക് കാണണം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നിവിന്റെ കോമഡികൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ബിഗ് ബോസ് കാണുന്നത്. അതൊരു തരത്തിൽ ഒരു PR പോലെയാണ് ആ സംസാരം പോകുന്നത്. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഇത്രയും പേരൊക്കെ പറഞ്ഞു, പക്ഷെ അവിടെ ഒരാളുണ്ട് സാബുമോൻ. എന്താ അഭിപ്രായം ജാസിയുടെ? പൊതുവേ ബിഗ് ബോസിൽ ഇത്രയും പേരുണ്ടെങ്കിൽ പോലും എവിടെയും ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ എവിടെയും പറയാത്തൊരു പേരാണ് സാബുമൻ. പേഴ്സണലി എനിക്ക് തോന്നാറുണ്ട് ചില സമയത്തൊക്കെ സാബുമൻ ഭയങ്കര ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. നിഷ്കുവാണ് ആള്, ഭയങ്കര പാവം ഒരു വ്യക്തിയാണ്. പക്ഷെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആൾക്കൊരു സ്ക്രീൻ സ്പേസ് ഭയങ്കര കുറവാണ്. കാരണം എന്താ എനിക്കറിയില്ല. കാരണം അവിടെയുള്ള എല്ലാവരും ഭയങ്കര ടാലൻ്റ് ഉള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ ഗെയിം സീരിയസ് ആയിട്ട് തന്നെയാണ് ഗെയിം കാണുന്നത്. അപ്പോൾ ആ സമയത്ത് സാബുവിൻ്റെ സ്ക്രീൻ സ്പേസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും സാബുവിന് അത്യാവശ്യം ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ സാബു ഇപ്പോൾ ഇത്രയും എവിക്ഷൻസ് മറികടന്ന് സാബു വന്നത്. ഇപ്പോൾ ലാസ്റ്റ് ആര്യനാണ് പോയത്. അപ്പോൾ ആര്യനെക്കാട്ടും കൂടുതൽ ആൾക്കാർ സാബുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നായിരിക്കും അതിൻ്റെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ട് വോട്ടുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ സാബു അവിടെ നിന്നതും ആര്യൻ ഔട്ടായതും. ഞാൻ ചില സമയത്ത് ചിന്തിക്കും, ചിലപ്പോൾ ഇവരെക്കാട്ടിലൊക്കെ മുന്നിൽ ചിലപ്പോൾ സാബു കയറി വന്നിട്ട് കപ്പം കൊണ്ട് പോകാനും സാധ്യത അങ്ങനെയുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ സീസൺ കുറേ ഞാൻ കണ്ട വ്യക്തിയാണ് ഞാൻ. ലാസ്റ്റ് വരെ ഞാൻ വിചാരിച്ചത് ജാസ്മിൻ ജാഫർ കപ്പ് എടുക്കുമെന്നാണ്. കാരണം ആ കുട്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരെ ആ കുട്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് അവസാനം ആ കപ്പ് അർഹതപ്പെട്ട ഒരാളെ കയ്യിലാണോ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് അറിയില്ല. ഞാനൊരു ആളെയും പേഴ്സണലായിട്ട് ആദ്യം വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ജാസ്മിൻ ജാഫർ കപ്പ് എടുക്കണം എന്നായിരുന്നു. അതുപോലെ എനിക്ക് ഇപ്പോഴും പ്രേക്ഷകരോട് പറയുള്ളത്, നിങ്ങൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് ബിഗ് ബോസിന്റെ കപ്പ് കൊടുക്കുക. കാരണം അതായത് അർഹതപ്പെട്ട അല്ലെങ്കിൽ നന്നായിട്ട് ഗെയിം കളിച്ച അല്ലെങ്കിൽ എല്ലാ രീതിയിലും അവിടെ 100% കൊടുത്ത ജെന്യൂനായിട്ട് നിന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് കൊടുത്ത വ്യക്തിക്കായിരിക്കണം ഇപ്പോഴും കപ്പ് കിട്ടേണ്ടത്. ഷാനവാസില്ലേ, പാലിന്റെ കവർ എടുത്തെറിഞ്ഞു, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഹാർട്ട് ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ അങ്ങനെ ഹെൽത്ത് പരമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ ബിഗ് ബോസിൽ എടുക്കുന്നതിനെ പറ്റി ജാസിക്ക് എന്തോ പറയാനുള്ളത്? അങ്ങനെ ഇതിനൊക്കെ ഒരു കുറ്റമായിട്ടല്ല, ഇപ്പൊ ആ പുള്ളിക്ക് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും ചെയ്താലും അതൊരു പ്രശ്നമല്ലേ? ശരിക്കും അല്ല, അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അത്തരം ആൾക്കാർ ബിഗ് ബോസിൽ എടുക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിനു മുമ്പ് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസുകൾ വന്ന് പോയിട്ടുണ്ട്. ഈവൺ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അഞ്ജലി അമ്മ അടക്കം ബിഗ് ബോസിൽ വന്ന വ്യക്തി, അവൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് അവൾ അന്ന് പോയി എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഗെയിം കളിക്കാൻ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വേണം എന്ന് തോന്നിയിട്ടുണ്ട് പേഴ്സണലി ഗെയിമുകൾ കാണുമ്പോൾ. പക്ഷെ ഷാനവാസ്ക അല്ലാണ്ട് നല്ലൊരു മെന്റൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾ നല്ലൊരു പേഴ്സണാണ്, നന്നായിട്ട് ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ പൊതുവെ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? പിന്നെ പക്ഷെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളും അടികളും പിടിയും തല്ലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതും വേണം. അതാണ് അതിൻ്റെ ഒരു ഗെയിം. അതില്ലെങ്കിലും ബിഗ് ബോസിന്റെ രസമില്ല. കാരണം ഈ സീസൺ തന്നെ ഫസ്റ്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒട്ടും രസമില്ലാത്തൊരു സീസണാണ്. കാരണം നമ്മളെ പലപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയും, അയ്യോ ഭയങ്കര ഷോകാണത്. പക്ഷെ അത് പോകെ അത് അത്യാവശ്യം നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇപ്പം ശരിക്കും നമുക്ക് കണ്ടിരിക്കാനുണ്ട്. അതെ, സത്യമായിട്ടുണ്ട്. ഒരു ദിവസം എന്താണ് നടക്കുന്നത് നമുക്ക് ആകാംക്ഷ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആണെങ്കിലും ചോറും കറീന്റെ പേരിൽ അനുമോളെ എല്ലാവരോടും ഒറ്റപ്പെടുത്തി അനീഷേട്ടൻ മാത്രം എനിക്ക് തോന്നുന്നു കുറച്ച് സപ്പോർട്ടായിട്ട്. അതാ പറഞ്ഞത്, എപ്പോഴും ബിഗ് ബോസ് ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലേക്ക് എടുക്കുമ്പോൾ അത് ബിഗ് ബോസിന് അറിയാം അവർ എന്താണ് അവരൊരു ഇത് തരുന്നത്. അല്ലെങ്കിൽ വെറുതെ ഒരാളെ പിടിച്ച് ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് എടുക്കില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസ് അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെയാണ് എടുത്തത്. ഇപ്രാവശ്യം ആണെങ്കിലും നല്ല ടീം തന്നെയായിരുന്നു. അടിപൊളി. ഓൾ ദി വെരി ബെസ്റ്റ്.